നമ്മുടെ നാട്ടിൽ സർക്കാർ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന ക്രൂരത, അവരുടെ വഴിവിട്ട പെരുമാറ്റങ്ങൾ, അവരുടെ അനാസ്ഥയുണ്ടല്ലോ, ബാക്കിയുള്ള ആളുകളെല്ലാം വെറും പുഴുക്കളാണ് എന്ന് കാണുന്ന ഒരു മനസ്സ്, അതിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാർ ഉദ്യോഗസ്ഥർ ജനങ്ങളുടെ ശമ്പളം വാങ്ങിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കണം. അവർ പെൻഷൻ വാങ്ങിക്കുന്നവരാണെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ ജനങ്ങളുടെ പൈസയാണെന്ന് മനസ്സിലാക്കണം, തിരിച്ചറിയണം. ആ അവബോധം വേണം. അതില്ല. ഈ സർക്കാർ ഉദ്യോഗസ്ഥരായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവൻ്റെ ലൈഫ് സെക്യൂർഡ് അല്ലേ? അവന് മാസം തോറും എന്ത് ചെയ്താൽ എന്തുവാ? അവനിപ്പോൾ ഒരു 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 200 പേരുടെ കാര്യം ഒരു മാസം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒരു 20 പേരുടെ കാര്യമേ ചെയ്യാൻ എനിക്ക് ഉള്ളൂ. ബാക്കി വീട്ടുകാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വേറെ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് രാഷ്ട്രീയമുണ്ട്. ഇതൊക്കെ പറഞ്ഞ് ആ രീതി നടക്കുന്നവന്മാരുണ്ട്, ഒന്നും ചെയ്യത്തില്ല. അവന് ചെയ്തില്ലെങ്കിലും അവന് ശമ്പളം കിട്ടും. കാരണം ഇവിടെ ഈ അസസ്മെൻറ്റ്, അതായത് ഈ ചെയ്യുന്ന വർക്കിന് പ്രോപ്പർ അസസ്മെൻറ്റ് നോക്കിയിട്ട് ശമ്പളം കിട്ടും എന്നാണെങ്കിലുണ്ടല്ലോ ഇഷ്ടംപോലെ ജോലി ചെയ്യും. അങ്ങനെ ഒരു അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് ഇവർക്കില്ല, സർക്കാർ ഉദ്യോഗസ്ഥർക്ക്. ഞാൻ കുറ്റം പറയല്ല, അതില്ല. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ എന്താണെന്നറിയോ, അപ്പോൾ അത് നമ്മൾ നോക്കണം. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്നൊക്കെ പറയുന്നത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അത് ചില മഹാന്മാർ ഇയാൾ ചെയ്തുകൊണ്ടിരുന്ന എന്തുവാന്ന് നോക്കണം എന്നൊക്കെ എഴുതി വെക്കും. അത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്വേഷിക്കണം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എന്തുവാണെന്ന്. അത് എന്നെ അറിയാവുന്നവർക്കും അത് അഭിഭാഷക സമൂഹത്തിനും അതുപോലെ തന്നെ ഇത് കുലങ്കഷമായിട്ട് നോക്കിക്കാണുന്ന പൊതുജനങ്ങൾക്കും അറിയാം ഞാൻ എന്തോ ചെയ്തുകൊണ്ടിരുന്നതെന്ന്. ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ച ഓരോ രൂപയ്ക്കും ഉണ്ടല്ലോ, ഞാൻ 100 രൂപയുടെ എങ്കിലും ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് ഞാൻ റിട്ടയർ ചെയ്യുന്നവർ അങ്ങനെ തന്നെ ചെയ്തു, ഇല്ലെങ്കിൽ എനിക്ക് ദഹിക്കത്തില്ലത്. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം, ഈ ഷിജോ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, 47 വയസ്സുകാരനാണ് കേട്ടോ. അയാൾ ജീവനൊടുക്കാനിടയായത് എന്താണ് എന്ന് നമ്മൾ നോക്കാം. ഈ റാന്നിക്കിലെ അത്തിക്കവ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അദ്ദേഹം മൂങ്ങാമ്പാറ വനത്തിൽ പോയി തൂങ്ങി മരിച്ചു, ആത്മഹത്യ ചെയ്തതാണ്. അതിൻ്റെ കാരണമെന്ന് അത് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് കേട്ടോ. 12 വർഷമായി ഈ ഷിജോയുടെ ഭാര്യ ലേഖ രവീന്ദ്രൻ ഈ ഒരു സ്കൂളിൽ അധ്യാപികയായിട്ട് ജോലി ചെയ്യാണ്. ഒരു എയ്ഡഡ് സ്കൂളിലാണ്. ശമ്പളം കിട്ടിയിട്ടില്ല. അവർ മുട്ടാത്ത വാതിലുകളില്ല, ശമ്പളം കിട്ടുകയില്ല. അപ്പോയിൻമെൻ്റൊക്കെ അപ്രൂവ്ഡാണ്, പക്ഷേ അവർക്ക് ശമ്പളം, അതിനെന്താ കാര്യം എന്നറിയാമോ? പേപ്പർ വർക്കുകൾ നീങ്ങണം. അവിടുത്തെ ഹെഡ് മിസ്ട്രസ് മുതൽ തുടങ്ങുന്നതാണ് ഈ പേപ്പർ വർക്ക്. അങ്ങനെ DE ഓഫീസിൽ ഇതെത്തിയപ്പോൾ അവിടെ മറ്റേതില്ല, ഇതില്ല, മറ്റേ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ കിട്ടിയേക്കും, നോക്കത്തില്ല. അവസാനം സഹി കെട്ട് ഈ ഷീജോയും ഈ ലേഖ രവീന്ദ്രനും കൂടെ ഹൈക്കോടതിയെ സമീപിച്ച് ഈ ലേഖ രവീന്ദ്രൻ റിട്ട് ഫയൽ ചെയ്തപ്പോൾ ഹൈക്കോടതി ഓർഡർ ചെയ്തു ഇവരുടെ ശമ്പളം മൊത്തം കുടിശ്ശിക പൂർവ്വകാല പ്രാബല്യത്തോടു കൂടി പെട്ടെന്ന് കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്താ, വർഷങ്ങളായി കൊടുക്കുകയല്ല. ഹൈക്കോടതിയുടെ ഓർഡറാണ്, ചുമ്മാതെ. അത് ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ ആരാ? ഇവരെ സംബന്ധിച്ചിടത്തോളം DE ഓഫീസിലിരിക്കുന്ന ഒരു വലിയ ആളുകളല്ലേ, അവിടുത്തെ ക്ലാർക്കുമാർ ചെയ്യുന്ന പണിയാണ് ഇത്. അവസാനം സംഭവം എന്താ, ഇത് അവസാനം ഇത് മനസ്സിലാക്കിയിട്ട് മന്ത്രിയുടെ ഓഫീസിൽ പോയി. മന്ത്രിയുടെ ഓഫീസിൽ പോയിട്ട് ഏതെങ്കിലും വിധത്തിൽ മന്ത്രിയെ കൊണ്ട് ഇതൊന്ന് ഉത്തരവിടിപ്പിക്കാൻ മന്ത്രി ശിവൻകുട്ടി ഉത്തരവിട്ടു, പെട്ടെന്ന് കൊടുക്കാൻ പറഞ്ഞു ഇതിനകത്ത്. അവസാനം പറഞ്ഞതിന് ശേഷം എന്തെന്നറിയാമോ, ഇത് കിട്ടത്തില്ല. മന്ത്രി ആരായവർക്ക്? മന്ത്രിയൊന്നും അല്ല. പക്ഷേ ശിവൻകുട്ടി വളരെ തൻ്റെ ഇടമായിട്ട് ഇപ്പോൾ അത് കൈകാര്യം ചെയ്തു എന്നുള്ളത് എനിക്കിഷ്ടപ്പെട്ടു. അതിൻ്റെ കാരണം അവസാനം ഇത് കിട്ടുന്നില്ല. ഇപ്പോൾ ഈ ഷിജോയുടെ മകന് ഈ റോഡിൽ ഒരു എൻജിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ ശരിയായി, പക്ഷേ അതിന് ഈ പൈസ അടയ്ക്കാനില്ല. ഈ പണം കിട്ടിയിട്ട് വേണം അത് അടയ്ക്കാൻ. അങ്ങനെ അത് അടയ്ക്കാൻ പറ്റുന്നില്ല. ആ മനോവേദനയാണ് ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം. അയാൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ മോനെ പഠിക്കാൻ വേണം, ഈ പണം അടയ്ക്കാൻ അയാൾക്കൊരു മാർഗവുമില്ല. അങ്ങനെ അയാൾ എന്തെന്നറിയാമോ, അവസാനം അയാളങ്ങ് തീരുമാനിച്ചു, അയാളുടെ മരണം കൊണ്ടെങ്കിലും ഈ അധികാരികളുടെ കണ്ണ് തുറന്ന് ഈ മകൻ ഈ പണം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് അയാളങ്ങ് കരുതി. അങ്ങനെയാണ് അയാൾ നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്യുന്നത്. ഈ ഷിജോയുടെ പിതാവ് ഉണ്ടല്ലോ, വളരെ വിരുമ്പിക്കൊണ്ടാണ് അത് പറഞ്ഞത്. അതായത് അവൻ വിചാരിച്ച്
അത് ആ കുഞ്ഞിൻ്റെ കാര്യത്തിന് പൈസ കിട്ടണമെങ്കിൽ ഇനി അവൻ്റെ ജീവൻ കൊടുത്തായാലും കിട്ടട്ടെ എന്നവൻ വിചാരിച്ചു. അങ്ങനെ ആത്മഹത്യ ചെയ്താണെന്ന്. കണ്ണിച്ചോരയുള്ള ആരെങ്കിലും ചെയ്യുന്ന പ്രവൃത്തികളാണോ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ചെയ്തത്? അവിടുത്തെ ഹെഡ് മിസ്ട്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ എന്താണെന്നറിയാം, ആ ഹെഡ് മിസ്ട്രസിനെ സസ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഉത്തരവായി DO ഓഫീസിലെ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. പക്ഷേ ആ സസ്പെൻഷൻ കൊണ്ട് ഈ പോയ ജീവൻ തിരിച്ചു കിട്ടുമോ? ഇനി അത് ഇന്ന് മന്ത്രിയുടെ പ്രസ്താവന ഞാൻ കണ്ടു, മന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ മന്ത്രി പറയുന്നത് ഞാൻ കണ്ടു. ഇത് സസ്പെൻഷൻ കൊണ്ടൊന്നും നിൽക്കത്തില്ല, സസ്പെൻഷനൊന്നും ഇതിന് ശിക്ഷയൊന്നുമല്ല. ശരിയാണ് ശ്രീ ശിവൻകുട്ടി പറഞ്ഞത്, നിങ്ങൾ തൻ്റെ ഇടത്തോടുകൂടി പെരുമാറുന്നു, അത് വളരെ ശ്ലാഘിക്കപ്പെടേണ്ടതാണ്, അത് അംഗീകരിക്കപ്പെടേണ്ടതാണ്, അഭിനന്ദിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ അതിനെ വലിയ വിലയിൽ കാണുന്നു. പറഞ്ഞു അത് ഇനി അന്വേഷണം വരും, കുറ്റക്കാരാണെന്ന് കാണുന്നവർ സർവീസിൽ കാണത്തില്ല, അവർ പിരിച്ചുവിടുമെന്ന് പറഞ്ഞു. അതാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ളവന്മാർ സർവീസിൽ വേണ്ട എന്ന് വിചാരിക്കണം. ഈ ജനങ്ങളുടെ പണം ശമ്പളം വാങ്ങിക്കൊണ്ട് അവിടെ ഇരുന്ന് തോന്നിവാസം കാണിക്കുന്ന ഏവനൊക്കെ ഉണ്ടല്ലോ, അവിടെ കാണരുത്. അത് ആരായാലും ശരി. അപ്പോൾ ഹെഡ് മിസ്ട്രസിനെ സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞ് ഹെഡ് മിസ്ട്രസ് ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ സസ്പെൻഷൻ അല്ല, പിരിച്ചുവിടണം സർവീസിൽ നിന്ന്. കാരണം ഒരു ജീവൻ നഷ്ടപ്പെട്ടതാണ് ഇവരൊക്കെ കാരണം. ഈ DO ഓഫീസിലുള്ള ഉദ്യോഗസ്ഥർ ഇവർ ഈ ഫയൽ വെച്ച് താമസിപ്പിച്ചത്, അതിന് എന്തായാലും തെളിവ് കിട്ടുമല്ലോ. ഇത്രയും വർഷങ്ങളായി, 12 വർഷമായി ശമ്പളമില്ല. എന്തു ചെയ്യും ഒരു മനുഷ്യന്? അവസാനം അയാളുടെ ജീവൻ കൊടുക്കേണ്ടി വന്നു ഇതൊന്ന് പുറത്തു കൊണ്ടുവരാൻ. അയാൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എന്തായാലും ശരി നമ്മുടെ ശ്രീ ശിവൻകുട്ടി ഉണർന്നെഴുന്നേറ്റുണ്ട്. അദ്ദേഹം പറഞ്ഞു മന്ത്രിയുടെ ഉത്തരവുണ്ടോ, ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു, മന്ത്രിയുടെ ഉത്തരവുണ്ടായിരുന്നു, ഇതൊന്നും അംഗീകരിക്കാത്ത ഉദ്യോഗസ്ഥർ വേണ്ട. ശരിയാണ്, വേണ്ട എന്നുള്ളത് വേണ്ട. ഇവനൊന്നും സർവീസിൽ, ഇവനൊക്കെ വീട്ടിൽ പോയിരിക്കട്ടെ. ഈ ആത്മഹത്യക്ക് പകരമാവുന്നില്ലല്ലോ ഇതൊന്നും. പക്ഷേ ഇനിയെങ്കിലും ഇത് ആളുകൾക്ക്, അതായത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കണ്ണു തുറപ്പിക്കാനുള്ള ഒരു കാര്യമായിട്ട് ഇത് മാറണം. ഈ കണ്ണടച്ചിരിക്കുന്ന ബിംബങ്ങളുണ്ടല്ലോ, ഒന്ന് കണ്ണ് തുറന്ന് ഒന്ന് കാണട്ടെ ജനങ്ങളുടെ കഷ്ടപ്പാട് കേട്ടോ. ഒരു ജോലി അങ്ങ് കിട്ടിപ്പോയി, അവർക്ക് കിട്ടിപ്പോയി, സർക്കാർ സർവീസ് കിട്ടി. ഈ കിട്ടുന്നത് വരെയില്ല ബസ്സിൽ കയറുന്നവന്മാരുടെ ഒരു മാനസിക സ്ഥിതിയായി അവർക്ക് കേട്ടോ. അതായത് ഈ പ്രൈവറ്റ് ബസ്സിലേ ഈ ചിലർ നിന്ന് തള്ളും. പ്രൈവറ്റ് ബസ്സല്ല, ഏത് ബസ്സിലായാലും ഭയങ്കര ആൾക്കൂട്ടമായിരിക്കും അവിടെ. അപ്പം ഓരോരുത്തന്മാർ കയറി ഈ ടവലോ കർച്ചീഫോ എന്തെങ്കിലുമൊക്കെ ഇട്ട് സീറ്റ് പിടിക്കും വെളിക്കൂട്ടിട്ട്, എന്നിട്ട് എങ്ങനെയെങ്കിലും തള്ളി പിടിച്ചങ്ങ് കയറും. ഈ കയറി ഇവൻ്റെ സീറ്റിലോട്ട് അങ്ങ് പോയിരിക്കും. ഇരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ബാക്കിയുള്ളവർ ഇവനൊക്കെ കിടന്ന് തള്ളുന്നു, ബാക്കി ഇനി അടുത്ത വണ്ടി വാ. കാരണം ഇവന്മാർ ഭയങ്കര ശല്യമാണ് ബാക്കി. അതാണ് ഇവിടെ നടക്കുന്നത്. ഇവന് ജോലി കിട്ടി, സർക്കാർ ഉദ്യോഗം കിട്ടിപ്പോയി വേറെ ആർക്കും കഴിവില്ലാത്തതുകൊണ്ടൊന്നുമല്ല, ഇവന് ഭാഗ്യം കൊണ്ട് കിട്ടുന്നതാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും രാഷ്ട്രീയ ചായ കൊണ്ട് കിട്ടുന്നതായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ അവൻ ഇത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബസ്സിൽ കയറുന്നവൻ്റെ, തള്ളി കയറുന്നവനുണ്ടല്ലോ ആദ്യം കയറുന്നത്, അവൻ്റെ മാനസിക സ്ഥിതിയാണ് അവന്. കാരണം വേറെ ആരെയും വേണ്ട. ഇനി ഈ ജനങ്ങളെന്ന് പറയുന്ന പുഴുക്കളാണ്. ഇവൻ്റെയൊക്കെ കാഴ്ചപ്പാട് അതാണ്. ഈ കാഴ്ചപ്പാട് മാറണം. ഇത് സർക്കാർ ഉദ്യോഗസ്ഥരായാലും ജഡ്ജിമാരായാലും ഞാൻ പറയാണ്, ഈ മനസ്ഥിതി പാടില്ല. പൊതുജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കണം, ചെയ്തു കൊടുക്കണം. ഏതെങ്കിലും ഒരു കേസ് ചിലർ പറയുമല്ലോ, ഇയാൾ ഇങ്ങനെ ജോലി ചെയ്ത് ഇങ്ങനെ ആയിരുന്നുകൊണ്ട് അത് ഏതോ ഒരു ചോദിച്ചു, ഞാനങ്ങ് മറന്നുപോയി. അത് നമുക്ക് മനസ്സിന് വല്ലാത്ത ഒരു വിഷമം തോന്നും. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് വിവരമില്ലാത്തവനല്ല, അവൻ്റെയൊക്കെ അച്ഛനൊക്കെ ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. 69 വയസ്സുണ്ട് എനിക്ക്. എൻ്റെ അടുത്ത് ഇതുപോലൊക്കെ പറയുന്നവനെ അവൻ്റെ തന്തയെ വിളിക്കുന്ന പേരായിരിക്കും അതൊക്കെ. അതുകൊണ്ട് എനിക്കത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. അത് ചെയ്തോട്ടെ. കാരണം എന്താണെന്ന് അന്വേഷിച്ച് നോക്കിക്കോളൂ. എൻ്റെ മുമ്പിൽ ഒരു കേസ് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കേൾക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ, അതുപോലെ കേട്ടിട്ട് വിധി പറയാതെ ഇറങ്ങി പോയിട്ടുണ്ടോ എന്നൊന്ന് വന്ന് പറയട്ടെ. ഹൈക്കോടതിയിൽ ഇരുന്നപ്പോൾ ആരെങ്കിലും പറയട്ടെ. ഞാൻ വെല്ലുവിളിക്കുകയാണ് അത്. പിന്നെ ഒരുത്തൻ ചോദിച്ചെന്താണെന്നറിയാം, എൻ്റെ വിധി ഏതെങ്കിലും സുപ്രീം കോടതി ശരിവെച്ചോ എന്ന് പറയാനുണ്ടോന്ന്. പോയി അന്വേഷിക്കണം മിസ്റ്റർ, നീയൊക്കെ. എനിക്ക് എണ്ണം പോലും പറയാൻ ഒക്കത്തില്ല അതിൻ്റെ ഒന്നും, അത്ര കൂടുതലാണ്. മനസ്സിലായില്ലേ? എനിക്ക് പറയാൻ ഒക്കത്തില്ല. എൻ്റെ വിധി ശരി വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അതിൻ്റെ എണ്ണം പറയേണ്ട കാര്യം നിങ്ങളോടൊന്നും ബോധിപ്പിക്കേണ്ട കാര്യവും ഇല്ല. ഇത് പറയേണ്ട കാര്യമുള്ളതല്ല. ആൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവർ മനസ്സിലാക്കിക്കൊണ്ടാൽ മതി. ഏതായാലും അതങ്ങ് വിട്ടേക്കിട്ട് മന്ത്രി ശിവൻകുട്ടിക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ. കാരണം ഇത്രയും ബോൾഡായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കുന്നതിനും അത് പറഞ്ഞതിനി പ്രവർത്തിക്കണം മന്ത്രി. അതാണ് ചെയ്ത് കാണിക്കേണ്ടത്.